മലയാള സിനിമയും കേരളീയ പൊതുസമൂഹത്തെയും ഒരുപോലെ പിടിച്ചുലച്ച സംഭവമായിരുന്നു 2017 കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ടത്. ഈ കേസിലെ 8ാം പ്രതിയായ നടൻ ദിലീപ് അറസ്റ്റ് ചെയ്യപ്പെട്ടതോടെ സിനിമാ ലോകം രണ്ട് തട്ടിലായി. കേസിന്റെ തുടക്കം മുതൽ ദിലീപിന്റെ നിരപരാധിത്വത്തിൽ വിശ്വസിക്കുകയും അദ്ദേഹത്തിന് വേണ്ടി സംസാരിക്കുകയും ചെയ്യുന്ന ചുരുക്കം ചിലരിൽ ഒരാളാണ് രാഹുൽ ഈശ്വർ. ദിലീപിനെതിരെ നടന്നത് വ്യവസ്ഥാപിതമായ ഗൂഢാലോചനയാണെന്നും കള്ളത്തെളിവുകൾ ഉണ്ടാക്കി ഒരു താരത്തെ തകർക്കാനാണ് പോലീസ് ശ്രമിച്ചതെന്നുമാണ് രാഹുൽ ഈശ്വറിന്റെ പ്രധാന ആരോപണം. ദിലീപ് 85 ദിവസം ജയിലിൽ കിടന്നതിനെ ഒരു വലിയ അനീതിയായാണ് രാഹുൽ ഈശ്വർ വിശേഷിപ്പിക്കുന്നത്. മലയാള സിനിമയിലെ മുൻനിര സൂപ്പർ സ്റ്റാറുകളിൽ ഒരാളും വലിയ സാമ്പത്തിക സാമൂഹിക സ്വാധീനമുള്ള വ്യക്തിയുമായ ദിലീപിനെ പോലൊരു മനുഷ്യനെ 85 ദിവസം കള്ളക്കേസിൽ അകത്തിടാൻ പോലീസിന് കഴിയുമെങ്കിൽ സാധാരണക്കാരായ മനുഷ്യരുടെ അവസ്ഥ എന്തായിരിക്കുമെന്നും അദ്ദേഹം ചോദിക്കുന്നു. ദിലീപിനെ പോലെയുള്ള ഉന്നതർ പോലും ഇത്രയും കാലം വിചാരണയില്ലാതെ ജയിലിൽ കഴിയേണ്ടി വരുന്നത് നീതിന്യായ വ്യവസ്ഥയുടെ പരാജയമാണെന്നും സാധാരണക്കാർ ഇത്തരം സംവിധാനങ്ങൾക്ക് മുന്നിൽ എത്രത്തോളം നിസ്സഹായരായിരിക്കുമെന്നും രാഹുൽ ചൂണ്ടിക്കാട്ടുന്നു. കേസിൽ കുറ്റക്കാരനാണെന്ന് തെളിയുന്നതിന് മുൻപേ തന്നെ മാധ്യമങ്ങളും പോലീസും ചേർന്ന് ദിലീപിനെ ഒരു ക്രിമിനലായി ചിത്രീകരിച്ചത് തെറ്റായ പ്രവണതയാണെന്നും അദ്ദേഹം വിശ്വസിക്കുന്നുണ്ട്. കേരളത്തിൽ അടുത്ത കാലത്തുണ്ടായ ചില പ്രമുഖ കേസുകളെ മുൻനിർത്തി വ്യാജ പരാതികളുടെ ഭവിഷ്യത്തുകളെക്കുറിച്ചും രാഹുൽ സംസാരിക്കുന്നു. അന്തരിച്ച മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്കെതിരെ ഉയർന്ന ആരോപണങ്ങൾ കള്ളമാണെന്ന് പിൻകാലത്ത് തെളിഞ്ഞു. അതുപോലെ തന്നെ നടൻ നിവിൻ പോളിക്കെതിരെ ഉയർന്ന ലൈംഗിക ആരോപണവും അടിസ്ഥാനരഹിതമാണെന്ന് പോലീസ് കണ്ടെത്തി. എന്നാൽ ഇത്തരം വ്യാജ പരാതികൾ നൽകിയവർക്കെതിരെ പോലീസ് എന്ത് നടപടി എടുത്തു എന്നാണ് രാഹുലിന്റെ ചോദ്യം. കുടുംബ പ്രശ്നങ്ങളുടെ പേരിൽ നടൻ കൂട്ടിക്കൽ ജയചന്ദ്രനെതിരെ പോക്സോ കേസ് കൊടുത്ത സംഭവം വ്യാജമാണെന്ന് തെളിഞ്ഞു. ഇത്തരം കേസുകൾ ഒരു വ്യക്തിയുടെ ജീവിതത്തെയും കരിയറിനെയും എന്നേക്കുമായി തകർക്കുന്നു. അതിജീവിതയുടെ പേര് വെളിപ്പെടുത്തി എന്ന പേരിൽ തന്നെ 16 ദിവസമാണ് ജയിലിലിട്ടത്. പോലീസുകാർ നോട്ടീസ് പോലും നൽകാതെയാണ് തന്നെ അറസ്റ്റ് ചെയ്തതെന്നും താൻ ആരുടെയും പേര് വെളിപ്പെടുത്തിയിട്ടില്ലെന്നും രാഹുൽ ആവർത്തിക്കുന്നു. ദിലീപിനെതിരെ പോലീസ് തെളിവുകൾ നിർമ്മിച്ചുവെന്ന ആരോപണത്തിന് വലിയ ബലം നൽകുന്നതാണ് മുൻ DGP R ശ്രീലേഖയുടെ വെളിപ്പെടുത്തലുകളെന്നും രാഹുൽ ഈശ്വർ പറയുന്നു. ദിലീപിനെ കുടുക്കാൻ ഫോട്ടോഷോപ്പ് ചെയ്ത ചിത്രങ്ങൾ പോലീസ് ഉപയോഗിച്ചുവെന്ന് ഒരു ഉന്നത ഉദ്യോഗസ്ഥ തന്നെ വെളിപ്പെടുത്തുമ്പോൾ അത് ഗൗരവകരമാണ്. പോലീസ് തന്നെ കുറ്റവാളികളെ സൃഷ്ടിക്കാൻ തുടങ്ങിയാൽ ജനാധിപത്യം അപകടത്തിലാകുമെന്നും അദ്ദേഹം ഭയപ്പെടുന്നു. കേസിൽ കള്ളത്തെളിവുകൾ ഉണ്ടാക്കാൻ ഒരു IPS ഉദ്യോഗസ്ഥ ശ്രമിച്ചുവെന്നും ഇത് കേരള പോലീസിനെ സംബന്ധിച്ചിടത്തോളം വലിയ നാണക്കേടാണെന്നും അദ്ദേഹം ആരോപിക്കുന്നു. ഇത്തരം സിസ്റ്റമാറ്റിക് ലൈസ് ഒഴിവാക്കപ്പെടേണ്ടതുണ്ട്. കേസിലെ സുപ്രധാന തെളിവായ മെമ്മറി കാർഡിന്റെ ഹാഷ് വാല്യൂ മാറിയതിനെക്കുറിച്ചുള്ള ചർച്ചകൾ വെറും തട്ടിപ്പാണെന്നാണ് രാഹുലിന്റെ പക്ഷം. മെമ്മറി കാർഡിന്റെ ഹാഷ് വാല്യൂ മാറിയാൽ ഉടനെ ദിലീപ് കുറ്റക്കാരനാവുന്ന ലോജിക് മനസ്സിലാകുന്നില്ല. അത് കോടതിയിലെ ഏതെങ്കിലും ഉദ്യോഗസ്ഥർ പരിശോധനയുടെ ഭാഗമായി പ്ലേ ചെയ്തതാകാം. അതിനെ ദിലീപിന്റെ ഗൂഢാലോചനയുമായി ബന്ധിപ്പിക്കുന്നത് സാധാരണക്കാരെ വിശ്വസിപ്പിക്കാനുള്ള പ്രോസിക്യൂഷന്റെ തന്ത്രമാണ്. ദിലീപും പൾസർ സുനിയും തമ്മിൽ മുൻപരിചയം ഉണ്ടായിരുന്നോ ഗൂഢാലോചന നടത്തിയെന്നോ ഉള്ള ഒരു തെളിവ് പോലും ഹാജരാക്കാൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല. പ്രോസിക്യൂഷൻ മെനഞ്ഞെടുത്ത ഒരു കെട്ടുകഥ മാത്രമാണിതെന്നും രാഹുൽ വിമർശിക്കുന്നു. ദിലീപ് ഇത്തരമൊരു പ്രവൃത്തി ചെയ്യേണ്ട യാതൊരു സാഹചര്യവും അന്ന് ഉണ്ടായിരുന്നില്ലെന്നും രാഹുൽ സമർത്ഥിക്കുന്നുണ്ട്. ആദ്യ ഭാര്യയുമായുള്ള വിവാഹമോചനത്തിന് ശേഷം കാവ്യമാധവനെ വിവാഹം കഴിച്ച് സമാധാനമായി ജീവിക്കുന്ന ഘട്ടത്തിൽ ദിലീപ് ഇങ്ങനെ ഒരു ക്രിമിനൽ കൊട്ടേഷൻ നൽകുമെന്ന് പറയുന്നത് വിശ്വസിക്കാൻ പ്രയാസമാണ്. പൾസർ സുനി മുൻപേ തന്നെ ഒട്ടേറെ ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ്. മുൻപ് മറ്റ് സിനിമാ പ്രവർത്തകരെ ദ്രോഹിക്കാൻ സുനി ശ്രമിച്ചതായും റിപ്പോർട്ടുകളുണ്ട്. അപ്പോഴൊന്നും ദിലീപിന്റെ പേര് ഉണ്ടായിരുന്നില്ല. ഈ കേസിൽ ദിലീപിനെ മനഃപൂർവ്വം വലിച്ചിഴച്ചതാണെന്ന് രാഹുൽ വിശ്വസിക്കുന്നു. ദിലീപ് കുറ്റക്കാരനാണെന്ന് തെളിയിക്കപ്പെട്ടിട്ടില്ലെങ്കിലും ഇപ്പോഴും ചില മാധ്യമങ്ങൾ അദ്ദേഹത്തെ വേട്ടയാടുന്നത് തുടരുകയാണ്. ദിലീപ് നിരപരാധിയാണെന്ന് വ്യക്തമായിട്ടും മാധ്യമങ്ങളുടെ ഭാഗത്തു നിന്നുള്ള മുറുമുറുപ്പ് തീരുന്നില്ലെന്നും രാഹുൽ പറയുന്നു. താൻ അതിജീവിതയ്ക്കൊപ്പമാണെന്നും എന്നാൽ നിരപരാധിയായ ഒരാളെ ശിക്ഷിക്കുന്നതിനോട് യോജിക്കാനാവില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു. ട്രയൽ ഘട്ടത്തിൽ പോലീസിന്റെയും പ്രോസിക്യൂഷന്റെയും കള്ളങ്ങൾ കോടതിയിൽ നിലനിൽക്കില്ലെന്ന് രാഹുൽ ഉറച്ചു വിശ്വസിക്കുന്നു. രാമൻ പിള്ളയെ പോലെയുള്ള അതിപ്രശസ്തരായ അഭിഭാഷകർ ഉണ്ടായിട്ടും ദിലീപിനെ ഇത്രയധികം നീതി നിഷേധം നേരിടേണ്ടി വന്നത് പരിശോധിക്കപ്പെടേണ്ടതാണ്. വടക്കേ ഇന്ത്യയിൽ കാണുന്നത് പോലെ പോലീസിന് ആരെയും എപ്പോൾ വേണമെങ്കിലും കള്ളക്കേസിൽ കുടുക്കാമെന്ന സാഹചര്യം കേരളത്തിൽ ഉണ്ടാവരുതെന്നും അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നു. രാഹുൽ ഈശ്വറിന്റെ വാക്കുകൾ പ്രതിഫലിപ്പിക്കുന്നത് ദിലീപ് അനുകൂലികളായ വലിയൊരു വിഭാഗം ജനങ്ങളുടെ ചിന്താഗതിയാണ്. കള്ളക്കേസുകൾ ഇല്ലാതാക്കണമെന്നും നീതിപൂർവമായ വിചാരണ നടപ്പാക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെടുന്നു. ദിലീപ് നിരപരാധിയായി തിരിച്ചുവരുമെന്ന പ്രതീക്ഷയാണ് രാഹുൽ പങ്കുവയ്ക്കുന്നത്. അതേസമയം കേസ് കോടതിയുടെ പരിഗണനയിൽ ഇരിക്കെ ഇത്തരം പ്രസ്താവനകൾ നിയമപരമായി എത്രത്തോളം പ്രാധാന്യം അർഹിക്കുന്നുവെന്നത് കാത്തിരുന്നു കാണേണ്ടതാണ്. വരാനിരിക്കുന്ന വിധി കേരളത്തിലെ നിയമചരിത്രത്തിലെ തന്നെ ഏറ്റവും നിർണായകമായ ഒന്നായിരിക്കും.